ത്രിയേക ദൈവത്തിൻ്റെ സ്തുതി. അഭിവന്യ ഡോക്ടർ യാഖീം മാർ കൂറിലോസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത തിരുമേനി, അഭിവന്യ ഡോക്ടർ തോമസ് മാർ തീത്തോസ് തിരുമേനി, വികാരി ജനറൽ അച്ഛന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, സഭാ ഭദ്രാസന ഭാരവാഹികളെ, സുവിശേഷകരെ, വിശ്വാസ സമൂഹമേ, എല്ലാവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. ഈ പ്രത്യേക വിശുദ്ധ കുർബാന മധ്യേ, സ്തോത്ര ശുശ്രൂഷ മധ്യേ ഈ ധ്യാനം നിർവഹിക്കുന്നതിന് എനിക്ക് ലഭിച്ച അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അവസരം ഒരുക്കിയ അഭിവന്യ യാഖീം മാർ കൂറിലോസ് തിരുമേനിയോടുള്ള നന്ദി ഞാൻ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. 75ാമത് ജന്മദിനം ആഘോഷിക്കുന്ന അഭിവന്യ തിരുമേനിക്ക് സ്നേഹനിർഭരമായ പ്രാർത്ഥനകളോടുകൂടിയ ഭാവുകങ്ങൾ നേരുന്നു, അർപ്പിക്കുന്നു. ഇന്ന് അല്പസമയത്തെ ധ്യാനത്തിനായി നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു വാക്യം വായിക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 45-ാം വാക്യം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. പ്രാർത്ഥിക്കാം. വചനത്തിൻ്റെ നാഥനായ ഞങ്ങളുടെ കർത്താവേ, തിരുവചനത്തിലേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ നീ ഞങ്ങളോട് ഇടപെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ആത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ദയയോടെ കേൾക്കണമേ. ആമീൻ. നാം മറ്റുള്ളവരുടെ ജീവിതങ്ങളെ പറ്റി പറയുമ്പോൾ, പരാമർശിക്കുമ്പോൾ നാം സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ധന്യം, ധന്യത എന്നൊക്കെ. ധന്യമായ ജീവിതം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ബ്ലെസ്സഡ് എന്നായിരിക്കും പറയാൻ സാധിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഭാഗ്യവർണ്ണനയുണ്ട്. അപ്പം അവിടെ അതാരംഭിക്കുന്നത് ബ്ലെസ്സഡ് ആർ ദ പുവർ ഇൻ സ്പിരിറ്റ്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്നാണ് മലയാള പരിഭാഷ. എന്നാൽ ആത്മാവിൽ ദരിദ്രരായവർ ധന്യരായവർ എന്ന് പറയുന്നുവെങ്കിൽ അല്പം കൂടി അർത്ഥവത്താണ് എന്നെനിക്ക് തോന്നുന്നു. ദുഃഖിക്കുന്നവർ, സൗമ്യതയുള്ളവർ, നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ, കരുണയുള്ളവർ, ഹൃദയശുദ്ധിയുള്ളവർ, സമാധാനമുണ്ടാക്കുന്നവർ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ, ഇവരെല്ലാം, ഇങ്ങനെയുള്ളവരെല്ലാം ധന്യജീവിതത്തിൻ്റെ ഉടമകളാകുന്നു എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. ജീവിത വിജയത്തെക്കുറിച്ച് ഇന്ന് ലോകം കാണുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. സമ്പത്തിലും സമൃദ്ധിയിലും സ്വാധീനത്തിലും സ്ഥാനമാനങ്ങളിലും അധികാരം കൈയാളുന്നതിലും ഒക്കെയാണ്. എന്നാൽ ധന്യമായ ജീവിതമാണ് നാം പറഞ്ഞതായിട്ടുള്ള ആ അർത്ഥത്തിൽ ധന്യമായ ഒരു ജീവിതമാണ് യഥാർത്ഥ ജീവിതം, യഥാർത്ഥ വിജയം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ ലോകത്തിൽ ധന്യത അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ജീവിതത്തിലൂടെ വരച്ചു കാണിച്ച, മാതൃക നൽകിയ ആൾ യേശുക്രിസ്തു അല്ലാതെ മറ്റൊരാൾ അല്ല. ആ യേശുവാണ്, ആ കർത്താവാണ് ഇന്ന് വായിച്ച കുറിവാക്കം നമുക്ക് നൽകിയത്. സബതി മക്കളുടെ പ്രത്യേക ആവശ്യത്തോട് കർത്താവ് പ്രതികരിച്ച് പറഞ്ഞതാണത്. അതിനുള്ള വിശദീകരണത്തിൻ്റെ ഉപസംഹാരമായിട്ടാണ് ഈ വാക്യം നൽകിയത് എന്ന് നമുക്കറിയാം. ധന്യമായ ആയുസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എങ്ങനെ ഉള്ള ജീവിതമാണ് ധന്യമായ ജീവിതം? വായിച്ച കുറിവാക്യത്തെ അടിസ്ഥാനമാക്കി കമ്പിവാചകത്തിൽ 3 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, എ ബ്ലെസ്സഡ് ലൈഫ്
is a life that serves. ശുശ്രൂഷിക്കുന്ന ജീവിതമാണ് ധന്യജീവിതം. കർത്താവ് പറയുന്നു, ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനായിട്ടാണ് ഞാൻ വന്നത് എന്ന്. മനുഷ്യരെ സ്നേഹിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നതിന് തുല്യമാണ് എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. എൻ്റെ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തെടുത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 40-ാം വാക്യത്തിൽ നാം കാണും. എന്നാൽ മറ്റുള്ളവരുടെ ആവശ്യം അറിഞ്ഞെങ്കിൽ മാത്രമേ അവരെ ശുശ്രൂഷിക്കുവാൻ നമുക്ക് കഴിയുള്ളൂ. കരുണയുള്ള ഒരു ഹൃദയമുണ്ടെങ്കിലേ മറ്റുള്ളവരുടെ ആവശ്യം അറിയാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. ഇന്ന് ലോകത്തിൽ കരുണയും ദയയും വളരെ കുറഞ്ഞു പോയിരിക്കും. ആധുനിക ജീവിതശൈലി എനിക്കെന്ത് ലഭിക്കും എന്ന ചിന്തയിൽ അധിഷ്ഠിതമാണ്. എ ലൈഫ് നോട്ട് ലിവ്ഡ് ഫോർ അതേഴ്സ് ഈസ് നോട്ട് എ ലൈഫ് അറ്റ് ഓൾ എന്ന് പറഞ്ഞതും ജീവിതത്തിലൂടെ കാണിച്ചു തന്നതും മദർ തെരേസയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി അല്ലാത്ത ജീവിതം ഒരു ജീവിതമേ അല്ല എന്നാണ് അർത്ഥം. ധന്യജീവിതം ശുശ്രൂഷിക്കുന്ന ജീവിതമാണ്. രണ്ടാമതായി, എ ബ്ലെസ്സഡ് ലൈഫ് ഈസ് എ ലൈഫ് ദാറ്റ് ഷൈൻസ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്കായി പ്രകാശിക്കുന്ന ജീവിതമാണ് ധന്യജീവിതം. മറ്റുള്ളവർക്കായി പ്രകാശിക്കുന്ന ജീവിതം. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന്. കർത്താവ് തൻ്റെ ശുശ്രൂഷകളിലൂടെ ലോകത്തിൻ്റെ അന്ധകാരം മാറ്റുകയായിരുന്നു. പ്രകാശം എന്നത് ഒരു സിദ്ധാന്തമോ ഒരു തിയറിയോ അല്ല, അതൊരു ആക്ഷനാണ്, ആക്റ്റാണ്, പ്രവർത്തനമാണ്. പ്രകാശിക്കുക എന്നാൽ നമ്മുടെ ദൗത്യം പ്രായോഗിക തലത്തിൽ കൊണ്ടുവരിക എന്നാണ്. കർത്താവിൻ്റെ ശുശ്രൂഷകളും വാക്കുകളും എല്ലാം അന്ധകാരം മാറ്റുന്നതായിരുന്നു. ഒരു ഉദാഹരണം പറയാനുള്ളത് ഡേവിഡ് ലിവിങ്സ്റ്റണിനെ കുറിച്ചാണ്. 30 വർഷത്തിലധികം ആഫ്രിക്കയിൽ അവിടെയുള്ള ജനതയുടെ അന്ധകാര അവസ്ഥ മാറ്റാനായി പ്രവർത്തിച്ചു. സുവിശേഷത്തിൻ്റെ വെളിച്ചം നൽകി. അദ്ദേഹത്തിൻ്റെ മുഴുവൻ ശക്തിയും ആഫ്രിക്കൻ ജനതയുടെ മോചനത്തിനും വെളിച്ചത്തിനും നന്മയ്ക്കുമായി സമർപ്പിച്ചു. മറ്റുള്ളവർക്കായി ജ്വലിക്കുന്ന പ്രകാശിക്കുന്ന ജീവിതമാണ് ധന്യമായ ജീവിതം. മൂന്നാമതായി, എ ബ്ലെസ്സഡ് ലൈഫ് ഈസ് എ ലൈഫ് സറണ്ടേർഡ് ടു ഗോഡ് ആൻഡ് ഗിവൺ ടു പീപ്പിൾ. ദൈവത്തിനും മനുഷ്യർക്കും ജീവിതം സമർപ്പിക്കുന്ന ജീവിതമാണ് യഥാർത്ഥമായ ധന്യമായ ജീവിതം. കർത്താവ് പറഞ്ഞു, അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനായിട്ടാണ് മനുഷ്യപുത്രൻ വന്നത്. മാൻ ഫോർ അതേഴ്സ് എന്ന് അതുകൊണ്ടാണ് നാം കർത്താവിനെ വിളിക്കുന്നത്. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 11-ാം വാക്യം. ജീവിതം സമർപ്പിച്ച് ജീവിതം ധന്യമാക്കിയ ഒറീസയിലെ കുഷ്ഠരോഗികളുടെ ഇടയിൽ പ്രവർത്തിച്ച, ദീർഘനാളുകൾ പ്രവർത്തിച്ച ഗ്രഹാം സ്റ്റെയിൻസ് തൻ്റെ ജീവിതം മറ്റുള്ളവർക്കായി സമർപ്പിച്ചു. ഫാദർ സ്റ്റാൻ സാമി 84-ാം വയസ്സിലും ബലഹീനമായ രോഗാതുരമായ ശരീരത്തിലും ശക്തമായ ആ ഹൃദയം തുടിച്ചുകൊണ്ടിരുന്നു. ഐ കനോട്ട് റിമെയിൻ സൈലന്റ് വെൻ ഇൻജസ്റ്റിസ് ഈസ് ഡൺ ടു മൈ പീപ്പിൾ എന്ന് അദ്ദേഹം പറഞ്ഞു. ആദിവാസികൾക്കുള്ള മനുഷ്യാവകാശങ്ങൾക്കായി 40 വർഷം ജീവിച്ചു. സ്വന്തം ജീവിതം മറ്റുള്ളവർക്കുമായി തകർത്ത് കൊടുക്കുമ്പോഴാണ് ദൈവം നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്നത്. എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. 3 ചെറിയ ലളിതമായ കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിച്ചു. എങ്ങനെയുള്ള ജീവിതമാണ് ധന്യമായ ജീവിതം? ശുശ്രൂഷിക്കുന്ന ജീവിതമാണ് ധന്യജീവിതം. പ്രകാശിപ്പിക്കുന്ന ജീവിതമാണ് ധന്യജീവിതം. സമർപ്പിക്കുന്ന ജീവിതമാണ് ധന്യജീവിതം. സ്വാർത്ഥത ഒട്ടുമില്ലാത്ത ജീവിതമാണത്. സ്വന്തം ആശ്വാസത്തിനും നന്മയ്ക്കുമല്ല, മറ്റുള്ളവരുടെ നന്മയ്ക്കായി ജീവിക്കുന്നതാണ് ആയുസ്സിനെ ധന്യമാക്കുവാൻ നമ്മെ സഹായിക്കുന്നത്. മറ്റുള്ളവരുടെ ജീവിതങ്ങളുടെ അന്ധകാരത്തിൽ വെളിച്ചമായി
മാറുമ്പോൾ മാത്രമാണ് ജീവിതം യഥാർത്ഥത്തിൽ മഹത്വം നേടുന്നത്, ധന്യത പ്രാപിക്കുന്നത്. ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗത്തോടെ ചെലവിട്ടാൽ മാത്രമേ അത് ധന്യമായ ജീവിതം ആകുകയുള്ളൂ. ഇന്ന് 75-ാം ജന്മദിനം ആഘോഷിക്കുന്ന അഭിമന്യ യുയാക്കീം മാർ കൂറിലോസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത തിരുമേനിയുടെ ധന്യമായ ജീവിതത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആയുസ്സിൻ്റെ നന്മകൾക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സഭ തിരുമേനിക്ക് നൽകിയ പേര് കൂറിലോസ് എന്നാണ്. അതിൻ്റെ അർത്ഥം ബിലോങ്ങിങ് ടു ദ ഗോഡ്, ബിലോങ്ങിങ് ടു ദ ലോർഡ് എന്നാണ്. കർത്താവിനുള്ളവൻ. വൺ ഹൂ ഈസ് ഡെഡിക്കേറ്റഡ് ടു ദ ലോർഡ്, കർത്താവിനോട് സമർപ്പിതൻ. ആ പേര് ജീവിതത്തിൽ അന്വർത്ഥമാക്കി കഴിഞ്ഞ 47 വർഷക്കാലം ഒരു പട്ടക്കാരനായി, എപ്പിസ്കോപ്പയായി, സഫ്രഗൻ മെത്രാപ്പോലിത്തയായി ശുശ്രൂഷ നിർവഹിക്കും. തുടർന്നും ദൈവികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ശുശ്രൂഷിക്കുന്ന ജീവിതം നയിപ്പാൻ, മറ്റുള്ളവരുടെ അജഗണങ്ങളുടെ പൊതുജനത്തിൻ്റെ അന്ധകാരം മാറ്റി പ്രകാശം പകരുന്ന ജീവിതം നയിപ്പാൻ, പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ ദൈവത്തിനും മനുഷ്യർക്കും സമർപ്പിതമായ ജീവിതം നയിപ്പാൻ അഭിമന്യ തിരുമേനിക്ക് ദൈവം നൽകിയ കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും ദൈവികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയരെ, ധന്യമായ ജീവിതം എന്ത് എന്ന് നമുക്ക് ചിന്തിക്കാം. നമ്മുടെ ജീവിതങ്ങളിൽ ശുശ്രൂഷിക്കുന്ന ജീവിതമായി, പ്രകാശിപ്പിക്കുന്ന ജീവിതമായി, സമർപ്പിക്കുന്ന ജീവിതങ്ങളുടെ ഉടമകളായി ജീവിപ്പാൻ സർവേശ്വരൻ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ ശക്തീകരിക്കട്ടെ.